ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. ദോശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ ദോശ ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ മാവ് കോരി വെച്ച് ഒരുവിധം നന്നായിട്ട് തന്നെ പരത്തി കൊടുക്കും. നല്ലോണം പരന്ന് വരുമായിരുന്നു. ഇപ്പം അതിൻ്റെ സൈഡെല്ലാം പിടിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക മുകളിലേക്ക്. അപ്പോൾ ഇനി അവിടെ ഇരുന്ന് മുരിയാനായിട്ട് ഒത്തിരി താമസം കൊടുക്കും. അപ്പോൾ അതുവരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക പ്ലീസ്. അപേക്ഷിക്കുകയാണ് ഞാൻ. ഇതേവരെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് എനിക്ക്. 2 മാസം കഴിഞ്ഞ്. ദോശ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടൂല, നെയ് റോസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. നമ്മളിതിങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കും. ഒരു ദോശയും കൂടി ഉണ്ടാക്കിയാൽ മതി. ദോശയും കൂടി ഉണ്ടാക്കട്ടെ. നല്ല ഇതായിട്ട് പരത്തി കൊടുക്കണം. ഞാൻ പറഞ്ഞത് ഈ പറ്റം വരെ പരത്താൻ പറ്റുന്നില്ല എനിക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരത്താൻ പറ്റുന്നില്ല. അതാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഈ സൈഡെല്ലാം പിടിച്ചു തുടങ്ങി. അതുകൊണ്ട് പറ്റുന്നില്ല. എങ്കിലും നന്നായിട്ട് മുരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ദോശയുടെ ഷേപ്പും കളറും ആകൃതിയൊക്കെ കണ്ടില്ലേ? സൂപ്പറാണ് കേട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ എനിക്കിഷ്ടം ഈ ദോശയല്ല, കട്ടിയുള്ള ദോശയില്ലേ, ചെറിയ വട്ടത്തിലുള്ള ദോശ. ആ ദോശയാണ് എനിക്കിഷ്ടം. ഇതിപ്പോൾ 3 എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. ഇപ്പോൾ അടുത്ത സെക്ഷൻ എൻ്റെയാണ്. എനിക്ക് 2 ഉണ്ടാക്കുന്നത് വെച്ചിട്ട് ഞാൻ കട്ടിയുള്ളത് ഉണ്ടാക്കുകയുള്ളൂ. മാവ് ഇത് തന്നെ മതി, ഇത്ര തന്നെ വേണ്ട മാവ്. എങ്കിലും അതായിരിക്കും ഉണ്ടാക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. ചമ്മന്തിയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത്തിരി കട്ടിയിൽ വേണം. കട്ടിയുള്ള ദോശ മറിച്ചിടാൻ വേണ്ടി പോകണില്ല. കട്ടാൻ കാണാനല്ല ഈശ്വര. ഇത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. കട്ടിയുള്ള ദോശയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പം തന്നെ ഉടനെ വെന്ത് കിട്ടും. അത് 2 ദോശ ഉണ്ടാക്കാം. അത് മുരിഞ്ഞ് ഒരു ദോശ കൂടി ഉണ്ടാക്കിയാൽ മതി. ബാക്കി മാവ് ഇതിന് വൈകുന്നേരത്തേക്കുള്ളതാണ്. വൈകുന്നേരം കാപ്പിക്ക്. ഇപ്പം തന്നെ ഒരുവേ ചമ്മന്തി ഉണ്ടാക്കണം. ചമ്മന്തി ഇന്നലെ തിരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കണം. അത്രയേ ഉള്ളൂ. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടുക് താളിക്കണം. ഒരു 2-3 കടുക് താളിക്കാൻ പാടില്ല. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഉള്ളിയിട്ട് ഉള്ളി മൊഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരുവിധമൊന്നും ചമക്കട്ടേക്കാം. കറിവേപ്പില ഇട്ട് കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ഇന്നലത്തെ ചമ്മന്തിയാണ്. അപ്പോൾ ഇത് അവിടെ കിടന്ന് വരട്ടെ. ഇങ്ങനെ ഞാൻ ചെയ്യാറില്ല സാധാരണ. ഇന്നിപ്പം മിച്ചം വന്നിന്നേരം കുറച്ചധികം
അതാണ് പറ്റിയത്. അതവിടെ ഇരുന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതാണ് മസ്റ്റ്. മറ്റേ നമ്മൾ അടപ്പം പാടമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. നമ്മുടെ ഓരോരോ ജോലി കഴിയുമ്പോഴും നമ്മളിങ്ങനെ തുടച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വെറുതെ ഒന്ന് തുടച്ച് പോയാൽ മതി. ഞാനങ്ങനെയുണ്ട്, എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാം പറയുകയാണ്. വൃത്തിയാക്കി കുറച്ച് ഉള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ കളയട്ടെ. എല്ലാം വൃത്തിയാക്കി അടക്കം പദമെല്ലാം തുടച്ച് കഴിഞ്ഞ് ഈ പാത്രങ്ങൾ കഴുകി വെക്കുക. അതുകൊണ്ട് രാവിലത്തെ പണി കഴുകി. പാത്രത്തിൽ വെള്ളം പോകാനായിട്ടാണ് അങ്ങനെ എടുത്ത് വെക്കുന്നത്. പെട്ടെന്ന് പണി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് വെക്കാനും ഒന്നുമില്ല കറിയിൽ. അടുക്കള എപ്പോഴും നല്ല നീറ്റായി കിടക്കണം. ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ചോറും കറികളും ഉണ്ടാക്കണം. അന്നേരം കാണിക്കാവേ. ഒരിടപ്പത്ത് ചോറ് വെച്ചിരിക്കുന്നത് മൺകലത്തിൽ, ഒരിടപ്പത്ത് പച്ചക്കായ മെഴുക്ക് പുരട്ടാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, സവോള, പച്ചക്കായ, ഉപ്പ്, സ്വല്പം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അടപ്പത്ത് വെച്ചിട്ട് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്താൽ മതി, എല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്കും. അങ്ങനെയാണ് ഞാൻ പച്ചക്കായ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ ഇനി ഒരു തക്കാളിക്കറി വെക്കണം. അതോടുകൂടി ഇന്നത്തെ ഉച്ചയ്ക്കത്തെ പരിപാടിയെല്ലാം അവസാനിച്ച്. ബാക്കി നമുക്ക് അന്നേരം കാണാം കേട്ടോ. വേണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാത്തിനും ഉപരി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. തക്കാളി ഇട്ടിട്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പച്ചമുളക്, തക്കാളിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ തക്കാളിക്ക് എങ്ങനെയിട്ട് ഞാനിപ്പോൾ ഈ കടുക് വറുക്കാൻ പോകണം. അത് തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിളക്കുമ്പോഴത്തേക്ക് ഇട്ടാൽ മതിയല്ലോ. അതാ കുറച്ച് കടുക് ഇട്ട്, അത് ചട്ടി ചൂടായില്ല. ഇതിലിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ച് കടുകിട്ട് ഇനി 2-3 ഉലുവ തളിച്ചു. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഉള്ളുള്ളി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇടാനായിട്ടില്ല. ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്ത് വെക്കുന്നതാണ്. ഇതിനകത്തേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ തക്കാളി വെക്കണം, അരപ്പിടണം, അത്രയും കൂടി ചെയ്യണം അതിനകത്ത്. അപ്പോഴേ അതിൻ്റെ പണി പൂർത്തിയാവുള്ളൂ. അതവിടെ ഇരുന്ന് പതുക്കെ വേവട്ടെ. തക്കാളിക്കകത്തേക്ക് അരപ്പിട്ട് ഇത് ഒന്നും തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്ക് നമുക്കിത് ഇറക്കാം. അപ്പം ഞാനിതൊരു പുളിയൊന്നും ഉപ്പൊന്നും നോക്കിയില്ലായിരുന്നു. ഉപ്പെല്ലാം കറക്റ്റാണ്. തീ ഓഫ് ചെയ്യാം. ആ താളിച്ചതിനകത്തേക്ക് ഒഴിക്കാം.
ഇനി 2-3 ഉണക്കമുളക് കുറക്കണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി അരക്കാൻ. ഇതാ പണിയെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ ഒന്ന് തുടക്കണം, ഈ കൈക്കൽ തുണി കഴുകിയിടണം, അത്രേ ഉള്ളൂ പണി. എൻ്റെ പണിയുടെ ഒപ്പം തന്നെ ഞാൻ ഈ കഴുകലെല്ലാം നടത്തുന്നതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പാത്രം 2 എണ്ണം കൂടുതൽ കിടക്കണം കണ്ടാൽ മതി, എനിക്ക് പിന്നെ തലവേദനയാണ്. അതുകൊണ്ട് ഈ കൈക്കൽ തുണി കൂടി കഴുകിയിട്ടാൽ എൻ്റെ പണി കഴിഞ്ഞു.